നമ്മൾ ഇനി പോകുന്നത് ഒരു വിജയ കഥയിലേക്കാണ്, ഒരു കൂട്ടായ്മയുടെ വിജയത്തിലേക്കാണ്. സ്വയം സഹായ സംരംഭങ്ങൾ നടത്തി പരാജയപ്പെട്ടവരുടെ കഥകളൊക്കെ നമുക്കറിയാം, നമുക്ക് അടുത്തറിയുന്നവർ പോലും അങ്ങനെയുണ്ട്. എന്നാൽ കുടുംബശ്രീ ഹോട്ടൽ നടത്തി ജീവിത വിജയം നേടിയ പത്തനംതിട്ടയിലെ ഒരു കൂട്ടം വനിതകളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. പത്തനംതിട്ട കഫേ കുടുംബശ്രീ പ്രവർത്തകരുടെ വിജയകഥ നമുക്ക് കേൾക്കാം. പുലർച്ചെ 6 പേർ തുടങ്ങുന്ന അധ്വാനത്തിലാണ് പ്രഭാത ഭക്ഷണവും ഉച്ചയൂണും തയ്യാറാക്കുന്നത്. തനി നാടൻ വിഭവങ്ങളാണ് ഊണിന്. കപ്പയും മീനും ബീഫും ചിക്കനുമാണ് പത്തനംതിട്ടയിലെ കഫേ കുടുംബശ്രീ ഹോട്ടലിലെ ഉച്ചയൂണിലെ പ്രധാന വിഭവങ്ങൾ. പ്രായത്തിൽ മുതിർന്ന കൗസല്യയാണ് ഹോട്ടലിലെ പ്രധാന കുക്ക്. വൃത്തിയും രുചികരമായ ഭക്ഷണവും നൽകിയതോടെ 10 വർഷം മുൻപ് കുടുംബശ്രീ സഹായത്തോടെ ആരംഭിച്ച സംരംഭം ഇന്ന് വിജയത്തിലാണ്. ഹോട്ടൽ വിജയിച്ചതോടെ ഇവരുടെ ജീവിതവും വരുമാനവും മെച്ചപ്പെട്ടു. സാമ്പത്തികമായിട്ട് ഞങ്ങളെല്ലാവരും ഒരുപാട് പിന്നോക്കമായിരുന്നു. സാമ്പത്തികപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഞങ്ങൾ ഒരുപാട് പിന്നോക്കം നിന്നിരുന്നു. വെച്ചാൽ അന്നന്ന് ഭർത്താവ് കൊണ്ട് തന്ന് കഴിയുന്ന ഒരിതിൽ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ചിലവുകളും കൂടെ നുള്ളി മുറിച്ച് നമ്മൾ ചെയ്യുന്ന അതിൽ നിന്ന് നമ്മൾക്കൊരു വരുമാനമായപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി. ഇപ്പം ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾക്കാണെങ്കിലും നമ്മൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് മുന്നോട്ട് മാറിയിട്ടുണ്ട്. അന്നത്തതിനെ അപേക്ഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ചയൊന്നും ഉണ്ടായിന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അന്നന്ന് കഴിഞ്ഞു പോകുവാനും വളരെ സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള സാമ്പത്തികമൊക്കെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷമാണ്. മുൻപ് തൊഴിലുറപ്പ് ജോലികളും വീട്ടുജോലികളും ചെയ്ത് ഉപജീവനം നടത്തിയ വനിതകളാണ് ഹോട്ടൽ ആരംഭിച്ചത്. കൂട്ടായ അധ്വാനവും ആത്മവിശ്വാസവും ഹോട്ടൽ സംരംഭത്തെ വിജയത്തിലാക്കി. സ്ഥിരമായി ഭക്ഷണം കഴിക്കാനെത്തുന്നവരും ഇന്ന് ഇവരെ അഭിനന്ദിക്കുന്നു. ഞാൻ ഈ കുടുംബശ്രീയുടെ ഇവരുടെ ഈ ഹോട്ടൽ തുടങ്ങിയ ആ കാലം മുതൽ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ്. തുടർച്ചയായിട്ട് ഒന്നുമില്ലെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നതിലെ ഇവിടെ വന്നേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഭക്ഷണം. കാരണം ഇവിടെ പഴയ ഭക്ഷണങ്ങളൊന്നുമില്ല, അന്നന്ന് വെക്കുന്നു, ആ ഭക്ഷണം കഴിക്കുന്നു. അപ്പം നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷനാണ്. ഇനി ഇവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ രുചിയുള്ള ഭക്ഷണം ലഭിക്കുന്നതിനാൽ കഴിക്കാനെത്തുന്നവർക്കും സംതൃപ്തി. ഈ കുടുംബശ്രീയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രധാന കാര്യം ഒന്നാമത് നീറ്റ് ആൻഡ് ക്ലീൻ, പിന്നെ മാന്യമായ പെരുമാറ്റം, അവരുടെ ചാർജ് മിതമായ ചാർജുമാണ്. ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് ഇതൊക്കെയല്ലേ, അതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഹോട്ടൽ നടത്തിപ്പിലൂടെ ലഭിക്കുന്ന വരുമാനം തുല്യമായി എല്ലാവർക്കും ലഭിക്കുന്നു. സ്വന്തം കർമ്മമണ്ഡലത്തിൽ ജീവിത വിജയം നേടിയ ഈ കുടുംബശ്രീ പ്രവർത്തകർ മറ്റുള്ളവർക്ക് മാതൃകയാണ്. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട.